ഇന്ന് നമുക്കൊരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇന്ന് പോവാണ്. ബസ്സിലാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ ബസ് കയറാൻ പോവാണ് കേട്ടോ. ബസ് കയറണമെങ്കിൽ കുറച്ച് ദൂരം നടക്കണം. അപ്പോൾ ബസ് കയറാൻ പോകുമ്പോൾ അത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പാടത്തിന് വേറെ ഒരു ഭാഗമാണ് കേട്ടോ. ഇത് ഈ സൈഡൊക്കെ കാണുന്നത് ആൾക്കാർ പശുവിനെ കെട്ടാനും മേയ്ക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. കാണാനൊക്കെ നല്ല രസമല്ലേ? എല്ലാവരും നമ്മുടെ പാടത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയണത്. അത് നല്ല വലിയ കയറ്റാണ് കേട്ടോ. അച്ഛനും മക്കളും നമ്മളൊന്നും കാത്തിക്കണമൊന്നുമില്ല കേട്ടോ. അവർ വേഗം നടക്കുന്നു പോവാണ്. എനിക്കെല്ലാം കിതപ്പൊക്കെ വരുന്നുണ്ട്. നല്ല നല്ല വലിയ കയറ്റാണ്. എനിക്കെല്ലാം കിതപ്പൊക്കെ വരുന്നുണ്ട്. നമ്മൾ ബസ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ബസ് വന്നിട്ടില്ല. ബസ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ഉള്ളേരിയയിൽ കൂടെ ഓടുന്ന ബസ്സാണ് കേട്ടോ. അപ്പോൾ അതാ വരുന്നു നമ്മുടെ ഉണ്ണിയേട്ടൻ ബസ്. അപ്പോൾ ബസ്സൊക്കെ വന്നു. നമ്മളെല്ലാവരും ബസ്സിലൊക്കെ കയറി. അപ്പോൾ ഒറ്റപ്പാലത്തോട്ടാട്ടോ നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് നേരെ പോവാണ്. നമ്മൾ പിന്നെ മായന്നൂരാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒറ്റപ്പാലത്ത് എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് ഇതാണ് കേട്ടോ കാണുന്നത്. കാണാത്തവർക്ക് വേണ്ടി നമ്മളത് എടുത്ത് പറയുന്നത് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡാണ് നമ്മൾ എടുത്ത് പറയുന്നത്. അപ്പോൾ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ എത്തി നമ്മൾ ഇറങ്ങി. അടുത്ത് മായന്നൂർക്കുള്ള ബസ് കാത്തിരിക്കുകയാണ് കേട്ടോ. അമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വേറെ ആൾക്കാരും കൂടി ഞാനും കണ്ണനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. തൊട്ടപ്പുറത്ത് നമ്മുടെ കാശിക്കുട്ടനും അച്ഛനും പാടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ബസ്സൊക്കെ കാത്തി നമ്മൾ കാശിക്കുട്ടനെ ബസ് കയറി അപ്പം വരും ഛർദ്ദിക്കാൻ. പിന്നെ നോക്കിയപ്പോഴേ ബസ്സൊക്കെ തള്ളി മറിച്ചിടാൻ നിൽക്കുന്നുണ്ട്. ആ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ നമ്മൾ മായന്നൂർക്കുള്ള ബസ്സൊക്കെ കയറി. നമ്മുടെ മായന്നൂർ പാലം കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ മായന്നൂർ പാലമാണത്. എങ്ങനെയുണ്ട്? രസമുണ്ടോ കാണാൻ? ഒരു ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മൾ വന്നിരിക്കുന്നത് മായന്നൂര് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ഗ്യാപ്പ് ഇട്ടു. അവിടെ പോയിട്ടാട്ടോ വന്ന് പിള്ളേരെ കൊണ്ടൊന്ന് നമുക്ക് ഒഴിവുള്ള ദിവസമല്ലേ. അങ്ങനെ വന്നപ്പോൾ പിള്ളേരെ കൊണ്ട് നമ്മുടെ മായന്നൂർ പുഴയ്ക്കൊന്ന് വന്നത് കേട്ടോ. പിള്ളേരൊക്കെ കൊണ്ട് ഓടി അവിടെ എത്തിയിട്ടോ. പിള്ളേരൊക്കെ ഓടി കളിക്കുകയാണ് അവിടെ. അമ്മ വന്നില്ല. അമ്മയ്ക്ക് നടക്കാൻ വയ്യ പറഞ്ഞിട്ട് വന്നില്ല കേട്ടോ. കുട്ടികളൊക്കെ കളിക്കുകയാണ് അവിടെ. അണ്ണാ ഏട്ടാ ഇതൊന്ന് നോക്കേ. കുറച്ച് നേരം നമ്മൾ പുഴയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു. നമ്മൾ പിള്ളേർ കുറേ നേരം കളിച്ചു കേട്ടോ. അപ്പോൾ നമുക്കും കുറേ മനസ്സിൽ സന്തോഷം. ആ വെയിലുണ്ടായില്ല കേട്ടോ. നല്ലൊരു മൂടിയ കാലാവസ്ഥയായിരുന്നു. അത് കാരണം നമുക്കവിടെ കുറേ നേരം നിൽക്കാൻ പറ്റി. നമ്മുടെ പിള്ളേർക്ക് കളിക്കാൻ. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നു. നമ്മുടെ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അമ്മ തീ കത്തിച്ചിട്ടുണ്ട്. ഞാൻ മുറ്റടിക്കുകയാണ്. അങ്ങനെ ഓരോ പണികളൊക്കെ തുടങ്ങി. നമ്മളൊന്ന് റേഷൻ കടയ്ക്ക് ഒന്ന് ഒഴിവുള്ള ദിവസമാണ്. അപ്പോൾ റേഷൻ കടയ്ക്ക് ഒന്ന് പോകണം. അപ്പോൾ നമ്മുടെ പിള്ളേർ വൈകുന്നേരം വിളക്ക് കൈയും കാലൊക്കെ കഴുകി മേലൊക്കെ കഴുകിയിട്ട് വിളക്ക് വളർത്തി കാണിക്കുകയാണ് കേട്ടോ. വൈകുന്നേരത്തിനുള്ള ചോറിനുള്ള തീയൊക്കെ കത്തിച്ചു. നമ്മുടെ വൈകുന്നേരത്തെ വൈബാണ് കേട്ടോ പാടത്തുള്ളത്. ഇന്ന് എന്താണാവോ മഴ നല്ല മൂടലുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു. പാടത്ത് നല്ല മഞ്ഞാണ് കേട്ടോ. കാണില്ലൊരു വെള്ള നല്ല മഞ്ഞാണ്. ഇന്ന് രാവിലെ മുതലേ ഇങ്ങനെയാണ്. നമ്മളിന്ന് വൈകുന്നേരത്തെ റേഷൻ കടയ്ക്ക് പോവാണ് കേട്ടോ. നടന്നിട്ട് പോകണം. പാടത്തിൻ്റെ അരികിൽ കൂടെ അങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. ഞാൻ ഏട്ടനും കൂടി റേഷൻ കടയ്ക്ക് പോകണത് കണ്ടോ പാടൊക്കെ. അപ്പോൾ നമ്മൾ റേഷൻ കടയ്ക്ക് പോവാണ് കേട്ടോ. പഴയലക്കടി ടൗണിലാണ് കേട്ടോ നമ്മുടെ റേഷൻ കട. അപ്പോൾ നമ്മൾ റേഷൻ കടയിലെത്തി. നമ്മൾ റേഷൻ മേടിക്കാൻ നിൽക്കുക. അപ്പോൾ ഏട്ടൻ്റെ കൈ പതിയില്ല കേട്ടോ. ഞാനും അമ്മ തന്നെ പോകണം. മിക്കവാറും ഞാനാ പോവുക. ഞാൻ ഏട്ടനും പാടെ പോവും. അപ്പോൾ നമ്മൾ റേഷനൊക്കെ മേടിച്ചു. നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ വീട്ടിൻ്റെ അങ്ങോട്ട് വണ്ടി പോവില്ലല്ലോ. അപ്പോൾ വരുമ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ വന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി പോവില്ല. അപ്പോൾ ഏട്ടൻ എടുത്ത് പോവുകയാണ്. നമ്മുടെ ബാഹുബലിയായിട്ട് എടുത്ത് പോകുന്നുണ്ട്. കണ്ണനോട് പാട്ടൊക്കെ ഇരുന്ന് ചൊല്ലിപ്പടിക്കാൻ പറഞ്ഞു. കണ്ണൻ പാട്ടൊക്കെ ഇരുന്ന് ചൊല്ലിപ്പടിക്കാനുണ്ട്. അപ്പം ഞാനവിടെ കറിയൊക്കെ വെച്ചു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ രസവും പപ്പടം കച്ചിതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ അതൊക്കെ സെറ്റ്. നമ്മുടെ കാശിക്കുട്ടനെ കൂടെ വന്നിരിക്കുന്ന വെറുതെ അല്ല കേട്ടോ.
പപ്പടക്കൊതിയാണ്. അപ്പോൾ പപ്പടം കഴിക്കാൻ അവൻ വന്നിരുന്നാലേ പപ്പടം കലിയണം വഴി അറിയില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.